പരിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പല രൂപത്തിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പ്രകീർത്തനങ്ങൾ, അവിടുത്തെ പുകഴ്ത്തലുകൾ ധാരാളമായി നടത്തിയിട്ടുണ്ട്. ഒരുപാട് സൂറത്തുകൾ തന്നെ, സൂറത്ത് മുഴുവനുമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്ത സൂറത്തുകൾ. ഇതിലൊരു സൂറത്താണ് നാം എപ്പോഴും പാരായണം ചെയ്യാറുള്ള, നമുക്ക് കാണാതെ അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹ. ആ ദുഹ സൂറ മുഴുവനുമായിട്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ്, അവിടുത്തെ മൗലിദ, അവിടുത്തെ പ്രകീർത്തനങ്ങളാണ്. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. മഖ്സൂസ് മൗലിദിൽ പറഞ്ഞ പുകഴ്ത്തൽ എന്ന് പറഞ്ഞു, അതിനേക്കാൾ വലിയ പുകഴ്ത്തലുകളും മദ്ഹുകളുമാണ് ഈ ചെറിയ സൂറത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കും. ദുഹ സമയത്തിനെ തന്നെയാണ് സത്യം. ദുഹ എന്ന് പറഞ്ഞാൽ പ്രഭാത സമയം. പിന്നെ സമയം മൂന്നല്ല, ഒന്ന് പ്രഭാത സമയം, ഇരന്നോ ഉച്ച സമയം, ഇരന്നോ വൈകുന്നേര സമയം. മൂന്ന് സമയമാണ്. പൂർവാഹന, മധ്യാഹ്ന, സായങ്കാലം. പൂർവാഹന, മധ്യാഹ്ന, സായാഹ്ന, മൂന്ന് സമയമാണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു സമയം ആയതുകൊണ്ട് അതിനെ അല്ലാഹു തആല സത്യം ചെയ്ത് പറയാണ്. മറ്റൊരു തഫ്സീറിൽ കാണാം, ദുഹ നിസ്കാരത്തിന് തന്നെയാണ് സത്യം. ദുഹ എന്ന് പറയുന്ന ഒരു നിസ്കാരം. ഇപ്പൊ ഈ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ നാം ചെയ്യേണ്ട ഒരു പ്രതിജ്ഞത റസൂലുള്ളാഹി തങ്ങളുടെ ഓരോ സുന്നത്തുകൾ ആയതാക്കുക എന്നതാണ്. ദുഹ നിസ്കാരം എന്ന് പറഞ്ഞ വലിയ മഹത്വമുള്ള, വലിയ പ്രതിഫലമുള്ള, നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി അല്ലാഹുവിലേക്ക് നന്ദി സമർപ്പിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് ദുഹ നിസ്കാരം എന്ന് പറഞ്ഞത്. അത് മാലിക് മദ്ഹബിൽ നിസ്കാരത്തിന്റെ എണ്ണത്തിന് കണക്കൊന്നുമില്ല, അങ്ങനെയാണ്. പിന്നെ ഹനഫി മദ്ഹബിൽ ഞാൻ മനസ്സിലാക്കി, നമ്മുടെ ളുഹർ നിസ്കാരം പോലെ ഒറ്റ സലാം കൊണ്ട് 4 റക്അത്ത്. ഹനഫി മദ്ഹബിനാണ് ളുഹർ നിസ്കരിക്കും പോലെ 2 സലാം ഇട്ടാൽ ഒറ്റ സലാം കൊണ്ട് 4 റക്അത്താണ് പിന്നെ ദുആ നിസ്കാരം. പിന്നെ ഹംബലി മദ്ഹബിൽ 10 റക്അത്ത് തോന്നും. നമ്മുടെ ഷാഫി മദ്ഹബിൽ 2 അഭിപ്രായമുണ്ട്. പ്രബലമായത് 8 റക്അത്താണ്, പിന്നെ 12 റക്അത്ത് ആണ് എന്ന അഭിപ്രായം കൂടി. ഏതാണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഫത്ഹ് മക്കയുടെ ദിവസം 8 റക്അത്ത് ദുആ നിസ്കാരം നിസ്കരിച്ചു എന്ന് ഹദീസിൽ കാണാം. ഫത്ഹ് മക്ക ഫത്ഹായ ദിവസം ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ 8 റക്അത്ത് പിന്നെ ദുആ നിസ്കാരം നിസ്കരിച്ചു എന്നാണ്. അപ്പൊ ഏതായിട്ട് 2 റക്അത്തായിട്ട് ചുരുങ്ങിയത് 2 റക്അത്താണ്. ആ 2 റക്അത്തെങ്കിലും നിസ്കരിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു പേരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മഹാന്മാരായ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഓരോ മനുഷ്യന്റെ ശരീരത്തിൽ 360 കിണിപ്പുകൾ, ജോയിന്റുകൾ. അതിനൊന്നും ഭയങ്കര അത്ഭുതമാണ്. ഓരോ ജോയിന്റുകൾ നാം വിചാരിക്കും നമ്മുടെ കഴിവുകൊണ്ട് അതിങ്ങനെ അണുന്നത്, പിടിക്കുന്നത്, വളക്കുന്നത്, നീട്ടുന്നത് നമ്മുടെ കഴിവൊന്നുമല്ല. നമ്മുടെ കഴിവാണെങ്കിൽ ഇന്ന് കസാര വെച്ച് നിസ്കരിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ ശരീരത്തിൽ വേണ്ടതുപോലെ വണ്ടിക്കും മറ്റോ വായും ഗ്രീസും ഇട്ട് കൊടുക്കുന്നത് പോലെ നമ്മുടെ ഓരോ ജോയിന്റിന്റെ പിന്നിൽ അതിന്റെ ഗ്രീസും അതിന്റെ വേണ്ട മെത്തേഡുകളൊക്കെയും അല്ലാഹു ഇങ്ങനെ ചെയ്തു തരാം.
അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുന്നത്, മടക്കുന്നത്, നീട്ടുന്നത്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് കഴിയാത്ത ആളുകൾ എത്രയുണ്ട്, എത്ര രൂപത്തിലുള്ള പിന്നെ സന്ധിവാദങ്ങൾ, വാദം എന്ന് പറയുന്നത്, വാദം പിടിച്ച് കിടക്കുന്നത് എത്ര ഐറ്റമിന്റെ വാദങ്ങൾക്ക് സുഖാനന്ദം, എന്തെല്ലാം രൂപത്തിൽ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ ആ രൂപത്തിൽ ഇങ്ങനെ പ്രയാസപ്പെടുമ്പോ നമ്മൾക്ക് ഇങ്ങനെ ഈ രൂപത്തിലുള്ള ആരോഗ്യവും സന്തോഷവും അത് എവിടെ നിന്ന് കിട്ടി? അത് അല്ലാഹു തന്നതാണ്. ഞങ്ങൾ പറഞ്ഞു 360 സന്ധികൾ, ജോയിന്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് സ്വഹാബ ഓരോ ജോയിന്റുകൾക്ക് വേണ്ട നന്ദിയും ശുക്റും നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് വേണമെന്ന്. സ്വഹാബത്തിന് വലിയ ബേജാറാണ്. കാരണം എങ്ങനെ നന്ദി ഒരുപക്ഷെ സ്വതം കൊടുക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് അള്ളാന്റെ മുന്നിൽ സുജൂദിനായി കൂടണം. സ്വഹാബത്തിൽ ഒരുപാട് ആളുകൾ പാവങ്ങളാണ്, ഒരുപാട് ആളുകൾ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്, തോട്ടങ്ങളിലും മറ്റും പണിയെടുക്കുന്ന ആളുകൾ. വേണ്ടതുപോലെ എപ്പോഴും നിസ്കരിക്കാനും ശുക്ർ ചെയ്യാനും കഴിയൂല. അപ്പൊ സ്വഹാബത്തിൽ ബേജാർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എങ്ങനെയാ നബിയെ 360 കെണിപ്പുകൾക്ക് ശുക്ർ ചെയ്യാം? റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, ഓരോ കെണിപ്പുകൾക്ക് സ്വതക്ക കൊടുത്താൽ മതിയാണ്, ഓരോ കെണിപ്പുകൾക്ക് സ്വതക്ക കൊടുത്താൽ മതി. സ്വഹാബത്ത് പറഞ്ഞു, നമുക്ക് പറ്റൂല നബിയെ, അയാളുടെ കയ്യിൽ പൈസൊന്നുമില്ല. അപ്പോഴാണ് നബിയായ നിങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് 360 കെണിപ്പുകൾക്ക് നന്ദിയാകുന്ന സ്വതക്കയാകുന്ന വലിയ ഒരു അമലുണ്ട്. അതിങ്ങനെ ചെയ്താൽ അതിലൂടെ നന്ദിയായി തോന്നും. ഏതാണത്? ഞങ്ങൾ 2 റക്അത്ത് ദുആ നിസ്കരിച്ചാൽ മതി. ചെറിയ സമയം 2 റക്അത്ത് ദുആ നിസ്കരിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ആ 360 കെണിപ്പുകൾക്കുള്ള നന്ദിയാവുന്ന പറഞ്ഞത്. ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ നാം പതിവാക്കേണ്ടതും പ്രതിജ്ഞ ചെയ്യേണ്ടതും അതാണ്. റസൂലുള്ളാഹി ഞങ്ങളുടെ ഓരോ സുന്നത്തും ഇൻഷാ അല്ലാഹ് ഈ 1500-ാമത്തെ റസൂലുള്ളാഹി ഞങ്ങളുടെ ജന്മദിനം വരുമ്പോ ഇനിയുള്ള കാലം മുഴുവനും മരണം വരെ ഞാൻ ദുആ നിസ്കാരം കൈവിടൂല എന്നൊരു കുടി ചെയ്താൽ മതി. ചെറിയ പറയിൽ നിസ്കരിക്കാം, വരയിൽ നിസ്കരിക്കാം, സൗകര്യമുള്ള സ്ഥലത്തിൽ വെച്ച് നിസ്കരിക്കാം. അത് നിസ്കരിച്ചാൽ വലിയ നന്ദിയാണ്. നന്ദി അത് ചെയ്യണം. ഇപ്പല കാണുന്ന പോലെ കാറിന്റെ ബാക്കിലും പിന്നെ വണ്ടിന്റെ ബാക്കിലെല്ലാം ശക്കർത്തും ഖുർആന്റെ ഒരായത്താണ്. പാടില്ലതല്ലേ? ഏതാ പാടില്ല? കാരണം ഞാൻ വെച്ച് പോയാൽ ഏതെങ്കിലും നമുക്ക് അറിയത് ഖുർആന്റെ ആയത്താണെന്ന് പറഞ്ഞിട്ട് കാക്കക്കറിയോ പക്ഷിക്കറിയോ അത് വന്നിട്ട് അതിന്റെ മുകളിൽ അല്ലെ ഔട്ടാക്കിയാൽ ഖുർആനിന്റെ അക്ഷരത്തിന്റെ മുകളിൽ ഒരു പക്ഷിയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു നജസായ ഒരു ചുറ്റുപാട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. അതുകൊണ്ട് പാടില്ല. അപ്പോ അവയെ പറഞ്ഞത് വരും അങ്ങനെ എഴുതി വെച്ചോണ്ട് മതിയാവൂല. നിങ്ങൾ ശക്കർത്തും നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ രാജീരങ്ങൾക്കും നിങ്ങൾക്ക് ഞാൻ പിന്നെയും കൂട്ടിത്തരുന്നതാണ്. എഴുതേണ്ടല്ല അതുള്ളത്, അത് നമ്മുടെ പ്രവർത്തനത്തിലുണ്ടാകും. ശുക്ർ നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ടുണ്ടാവണം. അതിന്റെ ഭാഗമാണ് ദുആ നിസ്കാരം. ഇത് പതിവാക്കിയാൽ അത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അതിങ്ങനെ കൂട്ടിത്തരും. അതിന്റെ ഇടയ്ക്ക് ഒരു വാർത്ത കേട്ടു. നമ്മുടെ അടുത്ത് ഒരു ദ്വീപിൽ മരിച്ചുപോയ ഒരു മുത്തുതങ്ങൾ, വലിയ നല്ലൊരു മനുഷ്യന് 80 അധികം വയസ്സ് ജീവിച്ച വലിയ ഒരു തങ്ങളാണ്. അപ്പൊ തങ്ങള് ഒരു വാദിന്റെ സദസ്സിൽ ദുആ നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പിന്നൊരു ഉസ്താദ് പറയുമ്പോ തങ്ങളെ പറഞ്ഞത്, ഉസ്താദെ നിങ്ങൾ പറഞ്ഞ റസൂലുള്ളാഹി തങ്ങളുടെ ആ ഹദീസിന്റെ വലിയ സാക്ഷി ഞാനാണ്. കാരണം എനിക്ക് വയസ്സ് 80 ഇന്ന് വരെ എന്റെ ഒരു ജോയിന്റിന് ഒരു വേദനയില്ല. കാരണം എനിക്ക് പ്രായപൂർത്തിയായത് മുതൽ ഇന്ന് വരെ ഞാൻ ദുആ നിസ്കാരം കൈവിട്ടിട്ടില്ല. ദുആ നിസ്കാരം ഇന്ന് വരെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു സന്ധിയോ ഒരു ജോയിന്റോ മുട്ടോ അല്ലെങ്കിൽ ഊറയോ ഒരു വേദന ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല. ഒരാൾക്ക് നിസ്കരിക്കുന്നുണ്ടാവും, നിസ്കരിക്കുന്ന ആൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ വിമർശനത്തിരിക്കേണ്ട. ഖുർആൻ പറഞ്ഞില്ലേ, പ്രായാവുമ്പോ ചിലപ്പോ അതിന്റെ വരും, പ്രായാവുമ്പോ ചിലപ്പോ വരും. അങ്ങനല്ലേ, വണ്ടി പഴയതായാലും പുതിയ വണ്ടിയാവുമ്പോ ചെയ്തോണ്ടാവും. പഴയതാവുമ്പോ പിന്നെ അതിന്റെ സൗണ്ട് വരും. അത് പ്രായമാകുമ്പോ ഉള്ള ഒരു ലക്ഷണമാണ്. അപ്പൊ അങ്ങനെയല്ല,
ഇപ്പൊ ചെറിയ മക്കൾക്ക് തന്നെ ചെറുപ്പക്കാർക്ക് തന്നെ കസാരയാണ്. നല്ല വയസ്സ് കാണുമ്പോ നല്ല ഭയങ്കര ഉത്സാഹമുണ്ടോ ചെറിയ പറയും മുട്ട് മടങ്ങുന്നില്ല. പിന്നെ നടുവിന്റെ ഭയങ്കര പ്രശ്നമാണല്ലോ, അതിനൊക്കെയും പരിഹാരമാണ് സൂറത്തുള്ള. അതാണ് അങ്ങനെ ഒരു തഫ്സീറായിട്ടുണ്ട്. നിസ്കാരത്തിനെ തന്നെയാണ് സത്യം. അല്ലാഹു മരണം വരെ ആ നിസ്കാരം നമുക്ക് പതിവാക്കാനും നിർവഹിക്കാനും നിലനിർത്തിമാറാകട്ടെ. ഇന്ന് കടന്നു വരുന്ന വെള്ളിയാഴ്ച രാത്രിയാണ്, റബീഉൽ അവ്വലിന്റെ മാസം കൂടിയാണ്. എല്ലാ ആളുകളും പ്രത്യേകമായി ധാരാളം കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ തങ്ങൾ മുഖേന അല്ലാഹുവിലേക്ക് എത്തിപ്പെടാൻ ഉള്ള പരിശ്രമം നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റഹ്മാനായ അല്ലാഹു ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള ദുആ വസിയത്ത് ചെയ്തവരാണ്. അവരുടെ ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അപരാധികൾ, വേവരാധികൾ, ടെൻഷനുകൾ, കടങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലതും അടിയാറുകൾ അനുഭവിക്കുന്നവർക്ക് അതിന്റെ പരിഹാരം തരേണ്ടത് റബ്ബായ നീയാണ്. എന്റെ ഹബീബിന്റെ മദദ് ചൊല്ലിയ ഈ സദസ്സിന്റെ വർക്കത്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും റബ്ബേ നീ പരിഹാരം നൽകണേ അല്ലാഹ്. ആരൊക്കെ എവിടൊക്കെ രോഗികളായി വീടുകളിൽ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നുണ്ടോ പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ്. പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. ഇവിടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ അല്ലാഹ്. നമുക്ക് നീ തന്ന വീടുകൾ, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ ഭാര്യമാർ, മക്കള്, കുടുംബങ്ങൾ, നമ്മുടെ വരമ്പുകൾ അല്ലാഹുവേ ഞങ്ങൾ നമ്മുടെ കയ്യിൽ നീ ഏൽപ്പിച്ച എല്ലാത്തിനും വലിയ ബറക്കത്ത് ദായിമാക്കണേ അല്ലാഹ്. ഖൈറ് ദായിമാക്കണേ അല്ലാഹ്. മക്കളില്ലാതെ ബേജാറായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഖൈറായ സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ അല്ലാഹ്. നമുക്ക് തന്ന മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിൽ നമ്മുടെ കണ്ണ് നീ കുളിർമയാക്കി തരണേ അല്ലാഹുവേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിക്കുന്ന, അവിടുത്തെ സുന്നത്ത് ഹയാത്താക്കുന്ന, അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറയുന്ന, സ്വലാത്തുകൾ പതിവാക്കുന്ന മക്കളായി നമ്മുടെ മക്കളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെയും ആക്കി തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ നബിദിന പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ മനസ്സറിഞ്ഞ് സഹായിച്ചവരാണ്, സഹായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എല്ലാവരെയും പകരമായി നീ സഹായിക്കണേ അല്ലാഹ്. അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ ഈ പള്ളിയുടെ ജമാഅത്ത് പള്ളിയുടെ പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ അവർ ഖബറിൽ കിടക്കുമ്പോ പടച്ചോനെ അവരുടെ ഖബറിലേക്ക് നിന്റെ റഹ്മത്തിന്റെ നോട്ടമെന്ന് നോക്കല്ലാഹ്. മഗ്ഫിറത്ത് കൊണ്ട് അവരെ നീ പൊതിയണേ അല്ലാഹ്. അവരുടെ ഖബർ ജന്നത്തുൽ ഫിർദൗസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന ഖബറുകളായി നീ ആക്കി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من رأى وجهك يسعد يا كريم الوالدين حوضك صافي المبرد وردنا يوم النشور يا نبي سلام عليكم سلام عليكم يا أمين سلام عليكم صلوات الله عليكم حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل.